ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഇപ്പോൾ CJPയുടെ സമര വിജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും നിഴലിച്ചത്. പക്ഷേ വസ്തുതകൾക്ക് നിരക്കാത്ത ചില കാര്യങ്ങളും പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി എന്നുള്ള ആരോപണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിലൊന്നാണ് ഡൽഹിയിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അതിൽ തെളിയിക്കുന്ന ഒരു കാര്യവും ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. നോക്കൂ ശ്രീ മഞ്ജുഷ്, പെല്ലറ്റ് ഗൺസ് അടക്കം നേരിടേണ്ടി വന്ന കുട്ടികളെയുമായി ശ്രീ രാഹുൽ ഗാന്ധി 2 ദിവസം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന പ്രസ് മീറ്റിൽ, മീഡിയ പേഴ്സൺസിനെ അടക്കം നടത്തുന്ന കോൺഫറൻസിൽ അദ്ദേഹം ലാത്തികളുടെ അടിയിൽ ഈ പറയുന്ന ആണി അടിച്ചു കയറ്റിയ ലാത്തികളുമായി പോലീസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. മൈനേഴ്സിനെ, ലേഡീസിനെ, നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത സംഘ് പരിവാർ ഗൂൺസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ ദില്ലി പോലീസ് ഒന്നും ഇല്ല. ആ ദില്ലി പോലീസ് ഉണ്ടെങ്കിൽ അവിടെ നെയിം പ്ലേറ്റ് ഉണ്ടാവണം. സംഘ് പരിവാർ ഗൂൺസ് ആക്രമിക്കുന്നതിന്റെ ചിത്രങ്ങൾ, വീഡിയോ വിഷ്വൽസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഞങ്ങൾ പഠിച്ച് ആ കാര്യവുമായി ബന്ധപ്പെട്ട വിവരം രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് 158 പേപ്പറുകൾ ഒരു മന്ത്രിയുടെ കീഴിൽ ലീക്ക് ചെയ്യപ്പെടുന്നു. ഇവർ വലിയ വിപ്ലവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന NTA സമ്പൂർണ്ണ പരാജയമായി മാറുന്നു. അതിന്റെ പേരിൽ 28 കുട്ടികൾക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. 96 പേരാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി 28 ഇരിക്കട്ടെ. ആ 28 കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കണ്ട രാജേഷ് മാൾ എന്ന് പറയുന്ന കാർഗിൽ യുദ്ധത്തിലെ പോരാളിയായിരുന്ന ഒരു ജവാന്റെ മകൾ റിയാകുമാർ താപയുണ്ട്, ഉത്തരാഖണ്ഡുകാരി. അങ്ങനെ തുടങ്ങി 28 പേർ. അതിൽ സർക്കാരിനോ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ യാതൊന്നും സംസാരിക്കാനില്ല. യാതൊരു തരത്തിലും ഒരു അനക്കം മൂടാനില്ല. അവിടെയാണ് കോൺഗ്രസ് ഛത്ര ഗൂഞ്ച് എന്ന് പറഞ്ഞ വലിയ സമരം പ്ലാൻ ചെയ്തതുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ രാജ്യത്ത് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്നു. അത് പാറ്റ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ഇവർ ആദ്യം കളിയാക്കിയ ഡിജിറ്റൽ ലോകത്ത് മാത്രമുള്ള പാറ്റകൾ ഇന്ന് ഇവർ വിളിച്ച് അധിക്ഷേപിച്ച ഇന്ത്യയുടെ യുവത്വമാണ്. ആ യുവത്വം തെരുവിലിറങ്ങുന്നു. ആ യുവത്വം തെരുവിലിറങ്ങുമ്പോൾ ആ സമരത്തിലേക്ക് ചെല്ലാനോ അത് ഹൈജാക്ക് ചെയ്യാനോ കോൺഗ്രസ് ശ്രമിച്ചില്ല. ഞങ്ങൾ എവിടെയാണ് ഇടപെട്ടത്? ഞങ്ങൾ ഇടപെട്ട പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കലി അല്ലാതെ, ജനാധിപത്യപരമല്ലാതെ ആ സമരത്തെ അവർ നേരിടാൻ പുറപ്പെട്ടപ്പോഴാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ലാത്തിയിൽ ആണി തറച്ചു കയറ്റി പെൺകുട്ടികളുടെ പിറകു ഭാഗത്ത് ഈ പറയുന്ന 60, 70, 80, 90 വയസ്സ് തോന്നിപ്പിക്കുന്ന ആൾക്കാർ പോലീസ് യൂണിഫോം ഇട്ട് വന്ന് അടിക്കുമ്പോൾ പോലീസിന്റെ കാവലിൽ ഈ പറയുന്ന ABVP പ്രവർത്തകർ, അവിടുത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും JNUവിലെയും ഒക്കെ NSUI പ്രവർത്തകരെ, SFI പ്രവർത്തകരെ, ASF പ്രവർത്തകരെ ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് ഇടപെടുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് അമിത്ഷായാണ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയത് എന്ന്. അതിൽ സാങ്കേതികമായ തെറ്റുണ്ട് എന്നുള്ള കാര്യം മന്ത്രിമാർ പറയുകയാണ്. കേന്ദ്ര സർക്കാർ അതിൽ വിശദീകരണം നൽകിയിട്ടുമുണ്ട്. അമിത്ഷാ ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. അതിന് സ്പീക്കർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇന്ന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല ലോക്സഭയിൽ ചർച്ച വന്നിരുന്നത്, അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഉണ്ട് പാർലമെന്റിൽ. അതുകൊണ്ട് അവരാണ് സംസാരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യമാണ്. അത് ശരിയുമാണല്ലോ സാങ്കേതികമായിട്ട്. പക്ഷേ അമിത്ഷാ എല്ലാ തവണയും വരാറുള്ളതാണ് ലോക്സഭയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയും നൽകുന്നതാണ്. അതുകൊണ്ടാണ് പേടി കാരണമാണ് വരാത്തത് എന്ന് രാഹുൽ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ ഒരു മജിസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത്. ആ സാങ്കേതികത്വം പോലും രാഹുലിന് അറിയില്ലേ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ സാങ്കേതികത്വത്തിന്റെ പുറത്തല്ല ഇങ്ങനൊരു കാര്യം പറയുന്നത്. ആരാണ് ദില്ലി പോലീസിന്റെ ഉടയോൻ? ദില്ലി പോലീസിന്റെ ഉടയോൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ്. അല്ല, ദില്ലി സർക്കാരാണോ? അല്ലല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി എന്ന് പറയട്ടെ, തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം മാസ്റ്റർക്ക്. ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്നത്, ദില്ലി പോലീസിന്റെ ഉടയോൻ, അതിന് ഉത്തരവിടുന്ന ആൾ ആരാണ്? അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണെന്നേ. അതിലെന്താ സംശയമുള്ളത്? അപ്പോ ആ ദില്ലി പോലീസ് ഒരു വൃത്തികേട് കാണിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, അതിന് ഉത്തരം പറയേണ്ടത്, ഉത്തരിക്കേണ്ടത് ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായി അമിത്ഷായാണ് ഉത്തരവാദി. 2, ഓം ബിർള എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രശ്നത്തെ പറ്റിയാണ്. ആഭ്യന്തര വകുപ്പിന്റെ റോളില്ല. അങ്ങനെ അല്ലെന്നേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇടപെട്ടത് ഒരു സമരത്തെ, രാജ്യത്ത് വളരെ നാച്ചുറലി ഓർഗാനിക്കായി പൊട്ടിപ്പുറപ്പെട്ടു വന്നൊരു സമരത്തെ ഈ പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ കടന്നുകൂടിയ ചില വൃത്തികെട്ടവന്മാർ അവർ അതിനെ ഡെമോക്രാറ്റിക്കലി അല്ലാതെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനാധിപത്യ ധ്വംസനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും എന്ന പോലെ ഈ പ്രാവശ്യം ഇടപെട്ടു. അത് തന്നെയാണ് ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.